ചരിത്രത്തിന്റെ തുടക്കത്തിലും പെണ്ണ്, ചരിത്രത്തിന്റെ മധ്യത്തിലും പെണ്ണ്, ചരിത്രത്തിന്റെ അവസാനത്തിലും പെണ്ണുണ്ട്. ഈ ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? സ്ത്രീ അവരുടെ നഗ്നത പ്രദർശിപ്പിച്ച് പുരുഷന് സ്ത്രീയുമായിട്ടുള്ള മാനസികമായ അനുരാഗം നഷ്ടപ്പെട്ട് അവസാനം പുരുഷന് സ്ത്രീയെ വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ടെത്തുമ്പോ ലോകത്തുള്ള പെണ്ണുങ്ങൾ മുഴുവനും അവരുടെ വികാരം ശമിപ്പിക്കാൻ ആണിനെ കിട്ടാതെ വരുമ്പോ കിടന്നുറങ്ങുന്ന ആണിനെ പ്രാപിക്കാൻ ഓടിപ്പോകുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പാവപ്പെട്ട ആൺ ചെറുപ്പക്കാരൻ അവൻ അവിടെ നിന്ന് ഓടാനുള്ളത്. ഈ പെണ്ണവനെ പുറകെ ഓടിക്കും. തന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ചെറുപ്പക്കാരെ കിട്ടാതെ വരുമ്പോൾ പെണ്ണാ ചെറുപ്പക്കാരനെ ഓടിച്ചോടിച്ച് അവസാനം ഈ വ്യാഘ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ ഓടി ആ പെണ്ണ് പുറകെ ഓടി വരുമ്പോ ആ ചെറുപ്പക്കാരൻ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണുന്ന ഉയർന്ന വൃക്ഷത്തിന്റെ മുകളിൽ കയറും. കാലം കയറാനറിയാത്ത പെണ്ണ് ആ വൃക്ഷത്തിന്റെ താഴെ ചെറുപ്പക്കാരനെ കാത്തുകൊണ്ടിരിക്കും. അവസാനം ആരംഭപ്പൂവായ നിമിടങ്ങൾ പറഞ്ഞു 100 വർഷം കഴിഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരൻ വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുന്നതെങ്കിൽ അവൻ താഴെ ഇറങ്ങുന്നത് വരെ ഈ പെൺകുട്ടി അവനെയും കാത്തുകൊണ്ട് ആ ചെറുപ്പക്കാരനെയും കാത്തുകൊണ്ട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്ന കാലം വരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അന്നാണ് ലോകാവസാനം ഉണ്ടാവുക. പ്രവാചകൻ ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞതാണ്. പെണ്ണിനെ അവളുടെ നഗ്നത പ്രദർശിപ്പിച്ച് അവസാനം പുരുഷൻ കണ്ടവന് പിന്നെ പെണ്ണിനെ വേണ്ടാതാവും. പെണ്ണിനെ കാണുമ്പോൾ ഒരു ചെറിയൊരു ആകർഷണമുണ്ട്. അത് അള്ളാഹ് വെച്ചിരിക്കുന്ന ഈ ആകർഷണം മാറും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഈ ബന്ധം നഷ്ടപ്പെട്ടു. പുരുഷന് സ്ത്രീയെ വേണ്ടാതാവും. ആരും ഭയപ്പെടേണ്ട. പ്രവാചകന്റെ അധ്യാപനമാണിത്. ആശങ്ക വേണ്ട. അവസാനം ആണിന് പെണ്ണിനെ വേണ്ടാതാവും. ആണിന് പെണ്ണിനെ വേണ്ടാതാകും. ഇന്ന് ഫ്രിഡ്ജ് മേടിച്ച് മിക്സി മേടിക്കുന്ന എന്റെ ഞാൻ വീട്ടിൽ പോകും. പണ്ടാരടങ്ങാൻ മേടിച്ചു തന്ന കൈക്ക് അവസാനം നിന്റെ ഒരു കുതന്ത്രവും പഠിക്കൂല. ആണിന് പെണ്ണിനെ വേണ്ടതാവും. ആവൂലേ? ആകും കാരണം ലോകത്ത് 90% മുസ്ലിമീങ്ങളെ വികസിക്കുന്ന ഇന്തോനേഷ്യ നോക്ക്. ആ ഇന്തോനേഷ്യയിൽ ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് കടൽ കടന്നു വന്ന സായിപ്പിന് ചൂരും പകരാൻ ഇന്തോനേഷ്യയിലെ പെണ്ണുങ്ങളെ തുണി മറച്ചിട്ടിട്ട് ആറാം പറഞ്ഞു വിട്ടപ്പോ ടൂറിസത്തിന്റെ പേര് പറഞ്ഞിട്ട് പെണ്ണും മറക്കേണ്ടത് മറക്കാതെ അടിനാട് നടന്നപ്പോ ടൂറിസത്തിന്റെ പേരിൽ ലോകത്ത് മുഴുവൻ സ്ത്രീയുടെ നിയന്ത്രണത്തിന്റെ പേര് കെട്ടിടകർന്നപ്പോ ഇന്തോനേഷ്യയിലെ ചെറുപ്പക്കാർ മുഴുവൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ ചുമരിൽ നഗ്നരായി നിൽക്കുന്ന ആൺകുട്ടികളുടെ ഫോട്ടോയും വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്തോനേഷ്യയുടെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ പെണ്ണുങ്ങൾ മുഴുവൻ ഈ രീതിയിൽ അരിഞ്ഞാടി നടക്കുന്ന കാലത്തോട്ട് വന്നാൽ അവസാനം പ്രകൃതിയിൽ തന്നെ അല്ലാഹു നിശ്ചയിച്ച ആണും പെണ്ണും തമ്മിലുള്ള അദൃശ്യമായ ബന്ധം നഷ്ടപ്പെട്ട് അവസാനം ആണിന് പെണ്ണിനെ പോലും ആവശ്യമില്ലാതെ ഒരു ആണിനെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പെണ്ണ് ഓടിക്കുന്ന കാലം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതിക്രമങ്ങളും മാനഭംഗവും ഒക്കെ നിരവധി തവണ എഫ്ഐആറിൽ വാർത്തയായിട്ടുണ്ട്. എന്നാൽ ആഫ്രിക്കൻ രാജ്യമായ സിംബാബ്വേയിൽ പുരുഷന്മാർ ഭീതിയിലാണ്. പുരുഷന്മാരെ മാനഭംഗപ്പെടുത്തുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയതോടെയാണ് ഇത്. ഇത്തരത്തിൽ പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച 3 സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിംബാബ്വേയിൽ പുരുഷന്മാർ ഭീതിയിലാണ്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനാവില്ല, പൊതുസ്ഥലങ്ങളിൽ പോകാനാവില്ല. പ്രശ്നക്കാർ സ്ത്രീകളാണ്, ക്രിമിനൽ സ്വഭാവമുള്ള വനിതകൾ. ഇവർ ചില്ലറക്കാരൊന്നുമല്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കളയും. ഇത്തരത്തിൽ 38 കേസുകൾ അടുത്ത കാലത്തായി സിംബാബ്വേയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കാറിലോ ബൈക്കിലോ എത്തിയാകും പീഡനം. മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് ബോധം കെടുത്തും. തുടർന്ന് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. പുരുഷന്മാരെ തോക്കിൻ മുനയിൽ നിർത്തി ബലാത്സംഗം ചെയ്തവരുമുണ്ട് കൂട്ടത്തിൽ. 2 മാസം മുമ്പ് മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് 19-കാരനായ ഒരു കോളേജ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. സമാനമായ നിരവധി പീഡന കഥകൾ ഉണ്ടായിട്ടും നാണക്കേട് കാരണം പലരും പുറത്തു പറഞ്ഞിരുന്നില്ല. പിന്നീട് വഴി ചോദിക്കാനെന്ന വ്യാജേന ഒരു പോലീസുകാരന്റെ സമീപത്ത് വാഹനം നിർത്തി മയക്കുമരുന്ന് കുടഞ്ഞ ശേഷം തട്ടിക്കൊണ്ടുപോയി. അയാളെ വാഹനത്തിനുള്ളിട്ട് പീഡിപ്പിച്ചു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഒരു പട്ടാളക്കാരനും സമാനമായ ദുരനുഭവമുണ്ടായി. ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കയറിയ ഒരു സ്ത്രീയാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. തോക്കിൻ മുനയിൽ നിർത്തിയായിരുന്നു പീഡനം. ഇത്തരത്തിൽ 13-കാരൻ മുതൽ 68-കാരൻ വരെ പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. സംഭവങ്ങൾ ആവർത്തിച്ചതോടെയാണ് പോലീസ് ശക്തമായ നടപടികൾ ആരംഭിച്ചത്. അറസ്റ്റിലായത് സഹോദരിമാർ ബോഷ, നെസ്റ്റ, ഒപ്പം സുഹൃത്ത് റോസ്മേരിയും. മൂവരും 23 മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ളവർ. പരാതി നൽകിയ പുരുഷന്മാർ ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.
കൂടുതൽ അന്വേഷണവുമായി പോലീസും മുന്നോട്ട് പോവുകയാണ്. അറസ്റ്റിലായ പ്രതികളുടെ വിചാരണ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്